നീ നിന്റെ കാര്യം ആലോചിച്ചില്ലേ? എന്റെ കാര്യം എന്താണ് ഇത്ര ആലോചിക്കുക? ഞാൻ എവിടെയെങ്കിലും ഒരു വലിയ എഴുത്തുകാരനായി അവാർഡുകൾ ഇങ്ങനെ വാരി കൂട്ടുകാരിക്കില്ലേ? അടിപൊളി അടിപൊളി. എന്താണ് ഇത്ര ചിരിക്കാൻ? ഒന്നുമില്ല, ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ നിന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചതാ. അതൊക്കെ ഇപ്പൊ എന്തിനാണ് ഇവിടെ ആലോചിക്കുന്നത്? ചുമ്മാ ആലോചിക്കട്ടെ, നല്ല രസല്ലേ? അളിയാനോ, ദിസ് ഇസ് ചീറ്റിംഗ്. സാർ, എന്താടാ? എനിക്കും സാറിനെ പോലെ വലിയൊരു റൈറ്റർ ആവാൻ എന്ത് ചെയ്യണം സാർ? എടാ, ഒരു നല്ല റൈറ്റർ ആവണമെങ്കിൽ ഏറ്റവും ആദ്യം നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണം. അയാളൊരു സാമൂഹ്യ ജീവിയായിരിക്കണം. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഇതിനൊക്കെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം സാർ? അതിന് നീ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ചാൽ മതി. അതെന്തൊക്കെയാണ്? അത് സിമ്പിളല്ലേ. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കണ കാണാം. അതിന് നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് എന്ന് പറയും. എന്റെ നാട്ടിൽ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ എളുപ്പമായി. അവിടെ ചെന്ന് നീ 1 കിലോ മത്തിയും കുറച്ച് വെജിറ്റബിൾസും വാങ്ങിയിട്ട് വരിക. വന്നു കഴിഞ്ഞിട്ട് വേണം പാത്രം കഴുകാനും തുണി അലക്കാനും. മീൻ മേടിക്കുമ്പോൾ നോക്കി മേടിക്കണം കേട്ടോ. ഓക്കെ സാർ. ഇത് എത്ര ചേട്ടാ? 15 രൂപ. കഴിഞ്ഞ ആഴ്ച വരെ 12 രൂപ ആയിരുന്നല്ലോ. ചുമ്മാ വർത്തമാനം പറയാതെ കാശോ സാറേ. എന്തൊരു കഷ്ടമായിട്ടത്. നിങ്ങളിങ്ങനെ ആഴ്ചക്ക് വില കൂട്ടിക്കൊണ്ടിരുന്ന ആ പാവപ്പെട്ട ഉപഭോക്താക്കൾ എന്ത് ചെയ്യും? കളിക്കാതെ മര്യാദയ്ക്ക് കാശാണോ? ഞാൻ ഒറ്റ പൈസ എക്സ്ട്രാ ഇരുന്ന പ്രശ്നമില്ല. മുരിക്ക് പോയിരിക്കാം. എടാ മോനെ ദീപു. അവിനാശേ, നീ എന്താ അവിടെ? ഞാൻ ഇവിടെ അടുത്തല്ലേ താമസിക്കുന്നത്. അല്ല, എന്താ പ്രശ്നം? എന്റെ പൊന്ന് സാറേ, 3 രൂപയുടെ കാര്യം പറഞ്ഞ് തുടങ്ങിയതാ. 3 രൂപയുടെ കാര്യമാണെന്ന് പറഞ്ഞാൽ 3 രൂപ അല്ലേ കൊടുത്താ പോരെ? 3 രൂപ വേണ്ടേ? വാങ്ങണോ? ആരെങ്കിലും ഒന്ന് താ. പിന്നെ നിനക്കിപ്പോ ഇത് പറഞ്ഞിട്ട് എന്ത് മനസ്സുഖാണോ കിട്ടിയത്? വല്ലാത്തൊരു മനസ്സുഖം. വെറുതെ എന്താ പറഞ്ഞ? അവനൊന്നും പറഞ്ഞില്ല. നീ പറഞ്ഞത്തെ ഞാൻ പറയാം. മീനു ആണോ നീയാണോ കമ്പനിയിൽ ആദ്യം ജോയിൻ ചെയ്തത്? മീനു ഞാൻ പറഞ്ഞില്ലേ? അതിനെന്താ? നീ ആയിരുന്നു ആദ്യം ജോയിൻ ചെയ്തിരുന്നെങ്കിലോ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇമാജിൻ.